ഹലോ ഹായ് വെൽക്കം ടു ബിയാദി എക്സ്പ്ലോറർ. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഒരു പാർക്ക് വിസിറ്റ് ചെയ്യാൻ പോകുന്ന വീഡിയോ ആണ്. ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പാർക്കുണ്ട്, അതിൻ്റെ പേരാണ് ഫീനിക്സ് പാർക്ക്. അപ്പോൾ ഞാനും ഷൂട്ടിങ്ങും കൂടാണ് ഇന്ന് ആ പാർക്ക് കാണാൻ പോകുന്നത്. ഞാനിവിടെ മാലഹായിഡ് സ്റ്റേ ചെയ്യുന്നത് കൊണ്ട് ഇവിടുന്ന് ഒരു 3 ബസ് എടുക്കണം എനിക്ക് ആ പ്ലേസിലേക്ക് പോകാൻ. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുക. ഓക്കെ, ഇന്ന് പ്രതീക്ഷിക്കാതെ ഒരു 1.5 വെയിലുള്ള ദിവസമായിരുന്നു. അതാണ് എൻ്റെ മുഖം ഇങ്ങനെ വിജൃംഭിച്ചിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് എൻ്റെ എക്സ്പ്രഷനൊക്കെ ഞാൻ കണ്ടത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഫസ്റ്റ് ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങി. അവിടെ വെച്ച് കണ്ട കാഴ്ചയായിരുന്നു ഇങ്ങനെ ഒരാൾ കുറേ പട്ടികളെയായിട്ട് നടക്കാൻ പോകുന്നത്. ഇത് ഇവിടുത്തെ ഒരു പാർട്ട് ടൈം ജോബാണ്, അതായത് ഡോഗ് വാക്കിംഗ് എന്ന് പറയും. ഇങ്ങനെ ഡോഗ് വാക്കേഴ്സ് ഉണ്ട്, അവർക്ക് പാർട്ട് ടൈം നല്ല ഒരു അവർലി പേ ഒക്കെ കിട്ടും. ഞാൻ ഈ ഒരു ലൊക്കേഷനിൽ വന്നിറങ്ങിയപ്പോഴാണ് ഇത്രയും സൗന്ദര്യമൊക്കെ ഉള്ളൊരു സ്ഥലം എൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്നു എന്ന് അറിയുന്നത്. കാരണം ട്രീസൊക്കെ നിരനിരയായിട്ട് നിൽക്കുന്നു, വളരെ യൂണിറ്റിയോടെ നിൽക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു സ്ഥലം രാത്രി കാണാൻ നല്ല ദുരൂഹതയുള്ളൊരു പ്രദേശമായിരിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും അത് ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയൊരു സ്ഥലമായതുകൊണ്ട് എൻ്റെ ഒരു ലിസ്റ്റിലാക്കി വെച്ചിട്ട് ഞാൻ എൻ്റെ അടുത്ത ബസ്സിലേക്ക് കയറി സിറ്റി സെൻറ്ററിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇതിനിടയിൽ ഒരു കാര്യം പറയാം, ഞാൻ ഇന്നെൻ്റെ നറേഷൻ കുറച്ച് സ്പീഡിൽ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ 10,000 കണക്കിന് ഫാൻസ് എന്നോട് പറഞ്ഞു എൻ്റെ യൂട്യൂബ് വ്ലോഗ് ഇഴഞ്ഞിഴഞ്ഞാണ് പോകുന്നത്, അതായത് ഞാൻ സംസാരിക്കുന്നത് വളരെ സ്ലോ ആയിട്ടാണെന്ന്. അതുകൊണ്ട് ഞാൻ ഈ തവണ കുറച്ച് സ്പീഡാക്കി സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇറങ്ങിയിരിക്കുന്നു. ഇനി എൻ്റെ 3rd ബസ്സിലേക്കുള്ള നടത്തമാണ്, 3rd ബസ് സ്റ്റോപ്പിലേക്ക്. ഞാൻ സിറ്റിയിൽ പോയി ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് എൻ്റെ നെക്സ്റ്റ് ബസ് കിട്ടി. അവിടുന്ന് എനിക്കൊരു 20 മിനിറ്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫീനിക്സ് പാർക്കിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് പോകാൻ. ഞാനിപ്പോൾ ഡയറക്റ്റ് പോയത് ഷൂട്ടിംഗ് താമസിക്കുന്ന വീടിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്കായിരുന്നു. കാരണം അവൾ എനിക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങളൊരു 15 മിനിറ്റ് നടന്നിട്ടാണ് പാർക്കിലേക്ക് പോയത്. Where is your face? I can't see you. You are so beautiful today. You too. You too. You always say she too. My girlfriend is better. Huh? It's most beautiful. In the world. Yeah. പിന്നീട് ഞങ്ങളിങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഒരുമിച്ച് ഫീനിക്സ് പാർക്കിലേക്ക് നടന്നു പോകുന്ന വഴിയെ ഇങ്ങനൊരു ട്രെയിൻ സ്റ്റേഷനുണ്ട്, അത് ക്രോസ് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ. ഇങ്ങനെ ഫ്ലൈ ഓവറുണ്ട് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞങ്ങൾ ട്രെയിനൊക്കെ പോകുന്നത് വെയിറ്റ് ചെയ്ത റോഡ് വഴിയാണ് നടന്നു പോയത്. ഈ പോകുന്ന ഗ്രീൻ കളറിലുള്ള ട്രെയിനാണ് ഡാർട്ട് എന്ന് പറയുന്നത്. ഇവിടെയുള്ളത് ഇലക്ട്രിക് റെയിൽ സിസ്റ്റമാണ്. നമ്മുടെ നാട്ടിലെ പോലെ റെയിൽവേ സ്റ്റേഷനായിട്ടൊന്നും കാണാൻ വേണ്ടിയില്ല, പക്ഷെ അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ പോലെയൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് തന്നെ ടിക്കറ്റ് എടുത്തിട്ട് കയറി നമുക്ക് പോവാം. പിന്നെ ഇന്ന് നല്ല വെയിലുള്ളൊരു ദിവസമായിരുന്നു, അതുകൊണ്ടാണ് കട്ടി കുറഞ്ഞ ജാക്കറ്റും ഒക്കെ ഇട്ട് ഇറങ്ങിയത്. പക്ഷെ ഭയങ്കര തണുപ്പുള്ളൊരു ദിവസമായിരുന്നു. ജാക്കറ്റ് ഇട്ടത് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ നടന്ന് ഫീനിക്സ് പാർക്കിലെത്തി. എവിടെ പോയി? ഞാൻ മലയാളം സംസാരിച്ചത് ആരും മൈൻഡ് ചെയ്യണ്ട. ഞാൻ ഓർക്കാതെ ഇവളോട് മലയാളം സംസാരിക്കാറുണ്ട്, ഇവൾ എന്നോട് ചൈനീസിൽ സംസാരിക്കാറുണ്ട്. അതായത് നമ്മൾ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയി കഴിയുമ്പം ഓർക്കത്തില്ല, നമ്മൾ നമ്മുടെ മദർ ടങ് ആണ് പെട്ടെന്ന് സംസാരിക്കുന്നത്. Stay 50 meters away, protect our park. How to say? There is a bird nest. Look at me. Look at me. ഇന്നത്തെ ഈ ട്രിപ്പ് ഷൂട്ടിങ്ങിൻ്റെ പ്ലാൻ ആയിരുന്നു. കാരണം ഇവൾ കൂട്ടുകാരുടെ കൂടെ നേരത്തെ ഈ ഫീനിക്സ് പാർക്കിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഒരുപാട് മാൻകൂട്ടങ്ങളുണ്ട്. ആ മാൻകൂട്ടങ്ങളെ നമുക്ക് നടന്നു പോയി കാണാൻ പറ്റും. അങ്ങനെ ഒരു ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു ടാസ്ക്കാണ് ഈ മാൻകൂട്ടങ്ങളെ കണ്ടുപിടിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ രണ്ടും ഇവിടെ എത്തിയത്. മാനിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം ഏകദേശം 1/2 മണിക്കൂറായി. ഒരു മാനിനെ പോലും ഞാൻ ഇതുവരെയും കണ്ടില്ല. ഇവിടെ മാനുണ്ടെന്നൊക്കെയാണ് പറയുന്നത്, നോക്കാം. So you will be a bird. Yeah. You will be a bird. And you will fly too. Fly. I can walk. You can walk. Yeah, I can walk on the road and fly in the sky. If you are a bird, where is the toilet? Tell me. Everywhere. Everywhere. Yeah, this is all my toilet. You stand in my toilet. And you will fly to Dubai to see me. No, you are the human being. You need to see me. Not I'm going to see you. Remember? Yeah. I'm the most Bird. beautiful bird. Okay.
I just want you to be the human in next life. Yeah. No, I have to talk to you in my next life also. How can I talk to you if you are a bird? You can. I can understand. No, you will be like talking like. I don't know. Finally shooting found me a deer for me. So അങ്ങനെ ഞങ്ങൾ മാനിനെ കണ്ടെത്തിയിരിക്കുന്നു. നമുക്ക് നോക്കാം അത് മാൻ തന്നെ ആണോ എന്നുള്ളത്. It's a dog. A dog. Show me shooting. It's a man. It's a deer. Show me and can you zoom the? Yeah, I already zoom. And that's the deer shooting found for me. ഇതാണ് ഷൂട്ടിംഗ് എന്നെ ഫിനിക്സ് പാർക്കിൽ മാനിനെ കാണിച്ചു തരാമെന്ന് കൊണ്ടുവന്നിട്ട് ആദ്യമായിട്ട് കാണിച്ചു തന്ന മാന്. ഇപ്പം ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട് ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട്. ആൻഡ് ഷീ ഈസ് സോ ഹാപ്പി. I'm so cold. യു ആർ സോ I'm so cold. കോൾഡ്. Cold. Cold. I think it's the center of the park. ഞങ്ങൾ അങ്ങനെ 1 മണിക്കൂറോളം നടന്നിട്ട് ഒരു മാനിനെ പോലും കാണാൻ പറ്റിയില്ല. ഇടയ്ക്ക് ദൂരേന്ന് കണ്ടപ്പോൾ മാനാന്ന് കരുതി അവൾ എനിക്കൊരു പട്ടിയെയും കാണിച്ചു തന്നു. Don't go now. Frost. Yeah. This is frost, guys. എന്തായാലും ഡിയറിനെ കാണാൻ വന്നിട്ട് ഒരു ബ്യൂട്ടിഫുൾ സ്ഥലം കണ്ടു. This is chewy. Oh my god. Oh, I see the deers. Where? Don't jump. Can you see? No. Deers. ഞങ്ങൾ മാനിനെ കണ്ടുപിടിച്ചിരിക്കുന്നു. എ ഗ്രൂപ്പ് ഓഫ് മാനിനെ കണ്ടുപിടിച്ചു. എനിക്ക് പിന്നെ പണ്ടേ ആനിമൽസിനെയൊക്കെ തൊടുന്നത് പേടിയാണ്. അതുകൊണ്ട് ഞാൻ അടുത്ത് പോയില്ല. അവരിനി എൻ്റെ അടുത്ത് വന്നാലേ ഉള്ളൂ. Are you happy? Happy. Happy bird? Happy bird. അങ്ങനെ ബസ് ഇറങ്ങി. She will pass for me. But it's not our bus. അങ്ങനെ മാനിനെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഒരു ഏകദേശം 4:30 ആയപ്പോഴത്തേക്ക് ബസ് സ്റ്റോപ്പിലെത്തി. പക്ഷേ അപ്പോഴേക്ക് ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഇത് ഡിസംബറിലൊക്കെ ആയിരുന്നു ഞങ്ങൾ ഫീനിക്സ് പാർക്കിൽ പോയത്. സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യാൻ ഇത്രയും വൈകിയത്. എന്തായാലും ബസ് വരാൻ ഒരുപാട് ലേറ്റായി. കുറേ നേരം നിന്നിട്ടാണ് ഞങ്ങളുടെ ബസ് എത്തിയത്. Clean bus, clean bus. Only two stop. ഇവിടുന്ന് ഞങ്ങൾക്ക് റെഡ് ലുവാസ് എടുത്തു കഴിഞ്ഞാൽ സിറ്റി സെൻറ്ററിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ബസ്സിൽ 2 സ്റ്റോപ്പ് മാത്രം ഇരുന്നിട്ടുള്ള അവിടുത്തെ സിറ്റിയിൽ ഇറങ്ങിയത്. കാരണം അവിടെയാണ് ഈ ഒരു ലുവാസിൻ്റെ സ്റ്റേഷനുള്ളത്. അങ്ങനെ ലുവാസ് കയറിയിട്ട് ഞങ്ങൾ ജെർവീസ് സെൻറ്ററിൻ്റെ സ്റ്റോപ്പിലാണ് ഇറങ്ങിയത്. കാരണം ഈ സെൻറ്ററിനകത്തൂടെ തന്നെ നമുക്ക് ഹെൻറി സ്ട്രീറ്റിൽ പോയി ഇറങ്ങാൻ പറ്റും. അപ്പോഴേ നമുക്ക് വെനീസിലോ പിന്നെ ഫുഡ് കഴിക്കാൻ പോകണമെങ്കിൽ അവിടെയൊക്കെ പോകാം. അപ്പോഴാ ഒരു പ്ലാനിലാണ് ഞങ്ങൾ ആ സ്റ്റോപ്പിൽ ഇറങ്ങിയത്. ഞങ്ങൾ നേരെ പോയത് ഈ ജെർവീസിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള മാർക്ക് ആൻഡ് സ്പെൻസേഴ്സിലേക്കായിരുന്നു. കാരണം അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കുക്കിയോ അതോ ക്രൊസാൻഡോ എന്തോ ഉണ്ട് ഇവരുടെ ഈ ഫുഡ് സെക്ഷനിൽ. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് അവിടെ പെട്ടെന്നൊന്ന് ഓടിപ്പോയി കയറിയത്. പിന്നീട് ഞങ്ങൾ
സ്റ്റോപ്പിൽ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ നേരത്തെ എൻ്റെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എൻ്റെ ബസ് സ്റ്റോപ്പ്, അതായത് മോളൻ സ്ട്രീറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ താൽബോത്ത് സ്ട്രീറ്റ് എന്ന് പറയും. അവിടെ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ സിറ്റിയിൽ വന്ന് ഇറങ്ങാറുള്ളത്. അവിടെ തന്നെ ഒരു തുർക്കിഷ് റെസ്റ്റോറൻ്റ് ഉണ്ട്. അതെൻ്റെ ഒരു ഫേവറേറ്റ് റെസ്റ്റോറൻറ്റാണ്. നമുക്കിപ്പോൾ തനിച്ചാണെങ്കിലും ധൈര്യമായിട്ട് പോയിരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ പോകുന്ന വഴിയിലൊക്കെ അന്ന് ക്രിസ്മസ് മാർക്കറ്റ് അല്ലെ ചെറിയ സ്റ്റോൾസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പം ഒരു 5-5:30 ഇരുട്ടുമ്പോഴത്തേക്ക് അവർ സ്റ്റോൾ അടച്ചിട്ട് പോകും. അത് ഞാൻ യൂറോപ്പിൽ വെച്ചിട്ട് ഇവിടെ മാത്രം ഇങ്ങനെ നേരത്തെ ഈ ഷോപ്പൊക്കെ അടച്ചിട്ട് പോകുന്ന കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഇതെല്ലാം ക്ലോസ് ചെയ്യുമായിരുന്നു. ഇതാണ് ഡബ്ലിൻ പോർട്ടൽ. എൻ്റെ വേറൊരു വീഡിയോയിൽ ഞാനിത് കാണിച്ചിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ഇയർ ആയിട്ട് സ്ഥാപിച്ച ഒരു അട്രാക്ഷനാണ്. അതായത് ഒരു പോർട്ടൽ വേറൊരു രാജ്യത്തും ഇതുപോലൊരു പോർട്ടൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുന്നവർക്കും ഇവർക്കും, അതായത് ഇവിടെ നിൽക്കുന്നവർക്കും ലൈവായിട്ട് തന്നെ കാണാൻ പറ്റുന്ന ഒരു അട്രാക്ഷനാണിത്. അവിടുന്ന് നേരെ നടക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ ആ തുർക്കിഷ് റെസ്റ്റോറൻറ്റിലെത്തും. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഇന്ത്യൻ കടയുണ്ട്. അതായത് വേൾഡ് ഓഫ് സ്പൈസസ് എന്നാണ് അതിൻ്റെ പേര്. ഹന്ന എന്ന് പറഞ്ഞതാണ്, ഹന്ന ബാർബിക്യൂ, അതാണ് ഈ തുർക്കിഷ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഇവിടുത്തെ ഫുഡ് ഷവർമയും അല്ലെങ്കിൽ നമ്മുടെ ബിരിയാണിയും അതുപോലെ തന്നെ അവരുടെ ഒരു മന്തി റൈസ് പോലെ തോന്നുന്ന ഒരു റൈസ് ഉണ്ട്. ഇങ്ങനെ ചിക്കൻ കട്ട് ചെയ്തിട്ട്, അതായത് ഷവർമയുടെ ചിക്കൻ പീസസൊക്കെ വെച്ചിട്ട് റൈസും ഒക്കെ ആയിട്ട് നമുക്ക് തരും. അതിലെ റൈസ് കഴിക്കാൻ എനിക്കിഷ്ടം, പക്ഷേ അവൾക്ക് ബ്രെഡ് വേണം. അതായത് നമ്മുടെ നാൻ പോലെ ചുട്ടെടുത്ത ബ്രെഡുണ്ട്. അപ്പോൾ അവൾ അതായിരിക്കും എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ റൈസും വാങ്ങി, അവൾ ബ്രെഡും വാങ്ങി. പിന്നെ നമുക്ക് ഈ ഒരു പ്ലേറ്റ് മതിയായിരിക്കും. ഞങ്ങളെപ്പോലെ 2 പേർക്ക് ഈ ഒരു പ്ലേറ്റിൽ ചിക്കൻ ധാരാളമാണ്. അങ്ങനെ ഞങ്ങളത് നല്ല ഹാപ്പി ആയിട്ടിരുന്ന് കഴിച്ചു. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ഓപ്പോസിറ്റിലുള്ള ലിഡിലേക്കായിരുന്നു. അവൾക്ക് എന്തൊക്കെയോ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഷോപ്പിങ്ങിന് കയറി കഴിഞ്ഞാൽ ഞാനും വല്ലതുമൊക്കെ വാങ്ങും. പ്രത്യേകിച്ച് പ്ലാൻസ് ഇല്ലാതായിരുന്നു അന്നത്തെ ഈ ലിഡിൽ ഷോപ്പിംഗ്. What is that? Mandarin segments, orange. Ginseng, the Korean ginseng extract vitamin. So I will get all the vitamin today. Okay, you need to go this way. Yeah. And you go that way. Bye. Go sleep. Bye bye. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. എല്ലാവരുടെയും സജഷൻസൊക്കെ മനസ്സിലാക്കി ഞാൻ എൻ്റെ വീഡിയോയുടെ ഡ്യൂറേഷനൊക്കെ കുറച്ച് വോയിസ് ഓണിൻ്റെ സ്പീഡൊക്കെ കൂട്ടി ചെയ്തൊരു വ്ളോഗായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.